ജീവിതത്തിൽ ആത്മവിശ്വാസം വേണമെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ലീഡേഴ്സ്, ഒരൊറ്റ സീക്രട്ടേ ഉള്ളൂ. നമ്മളെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആക്കണം. വേദഗ്രന്ഥം അത് ഏത് ഭാഷയിലായാലും, അത് ഭഗവത്ഗീതയായാലും, അത് ബൈബിൾ ആയാലും, വിശുദ്ധ ഖുർആനായാലും, മലയാളത്തിൽ അറിയുന്ന ഭാഷയിൽ അതിന്റെ അർത്ഥം കൂടെ ഒരു വരിയെങ്കിലും വായിക്കണം. വേദഗ്രന്ഥവുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധവും സ്ട്രോങ് ആയിട്ട് ഉണ്ടാവില്ല. പടച്ചവനുമായിട്ടുള്ള ഒരു ബന്ധം വേണമെങ്കിൽ ഈ വേദഗ്രന്ഥങ്ങളുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാവണം. നമ്മൾ വായിച്ചങ്ങ് തീർക്കാറുണ്ട്, പിന്നെ വായിച്ച് തീർക്കൊന്നും വേണ്ട. വായിച്ച് ആ പറയുന്ന വാക്കുകൾ നമ്മുടെ ജീവിതമായി മാറുന്ന രീതിയിലേക്ക് നമ്മൾ വായിക്കണം. വെറുതെ വായിച്ച് തീർക്കാൻ വേണ്ടി വായിക്കരുത്. ആയതിനാൽ അവർ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞു. ചിന്തിക്കുന്നവർക്കേ ദൃഷ്ടാന്തം കിട്ടുള്ളൂ. ചിന്തിക്കണമെങ്കിൽ വായിച്ചത് മനസ്സിലാവണ്ടേ. പലപ്പോഴും നമുക്ക് വായനയിലൂടെ ആത്മീയമായിട്ട് ദൈവികമായിട്ടൊരു ബോധവും ദൈവ സാന്നിധ്യമൊന്നും നമുക്ക് തോന്നാത്തതിന്റെ ഒരു കാരണം വായനയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ചിന്തിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം അറിയണം. ആഴത്തിൽ അർത്ഥം പറഞ്ഞ് അത് ചിന്തിക്കാൻ പറ്റിയാൽ മാത്രമേ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുള്ളൂ.